ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴ തോരും മുമ്പേ എന്ന സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ മനു പിറവത്തുള്ള റിസോർട്ടിൽ പോയി ബാലചന്ദ്ര അലീനയും കൃഷ്ണജയൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ രാജു ചോദ്യം ചെയ്യുകയാണ്, നീ എവിടെയായിരുന്നു ഇത്രയും നാൾ? അതിന് ബാലചന്ദ്ര അങ്ങനെ കണ്ടു എന്നും അവർ റിസോർട്ടിലുണ്ടെന്നൊക്കെയാണ് മനു പറയുകയാണ്. അപ്പോൾ ഏത് റിസോർട്ടിലാണുള്ളത്? അവർ പിറവത്തുള്ള റിസോർട്ടിലുണ്ട്. ഇനി അവിടെ ചെന്ന് അങ്കിളിൻ്റെ ഗുണ്ടായിസം ഒന്നും കാട്ടണ്ട, അങ്കിളിനെ തിരിച്ച് സിംഗപ്പൂരിൽ പോകാനുള്ളതല്ല, ആ ഓർമ്മ എന്നും വേണമെന്നൊക്കെ മനു പറയുകയാണ്. അപ്പോൾ കമല ദേഷ്യപ്പെടുകയാണ്, ഇത് എന്ത് ന്യായമാണ്? അവളെ ഒരു വേലക്കാരിയല്ലേ അലീന എന്ന് പറയുന്ന അവളെ എന്തിനാണ് അടിച്ചിറക്കിയിട്ട് പിന്നെ തിരിച്ച് കയറ്റിയത്? അല്ലെങ്കിൽ തിരിച്ച് കയറ്റിയത് ശരി തന്നെ, അവളെ പറഞ്ഞു വിടുകയല്ലേ വേണ്ടത്, അല്ലാതെ ഒരു കാറിൽ കൊണ്ട് അവളെ റിസോർട്ടിൽ വെച്ച് വാഴിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ കമല ചോദിക്കുകയാണ്. അപ്പോൾ മനു ദേഷ്യപ്പെടുകയാണ്, അമ്മ എന്തറിഞ്ഞിട്ടാണ് പറയുന്നത്? അപ്പോൾ അലീന അങ്ങനെയുള്ളൊരു കുട്ടിയല്ല, അവിടെ നിന്ന് പറഞ്ഞു വിടേണ്ട ഒരു ആവശ്യമില്ല, ഈ വൈജ ആൻറ്റി അല്ലേ ഇത് അത്രയും ഉണ്ടാക്കിയതെന്നൊക്കെ മനുഷ്യങ്ക ചോദിക്കണം. വൈജ എന്ത് കുറ്റമാണ് ചെയ്തത്? അവളുടെ ഭാഗത്താണ് ശരി, അവളുടെ ഭർത്താവ് ഒരു വീട്ടുവേലക്കാരിയായിട്ട് കൂടുതൽ അടുക്കേണ്ട കാര്യം എന്താണ്? അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. രാജുവിന് ആ ചോദ്യം ഇല്ലേയും ചോദിക്കണം. അതെ, ഞാനും അത് തന്നെയാണ് ചോദിക്കുന്നത്. ഒരു വീട്ടുവേലക്കാരിയെ വന്നോട്ട് ഇത്രയും അധികം അനുകമ്പ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, അതൊരു ഭാര്യ സഹിക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ മനു കമലയെ വഴക്ക് പറയണം, അമ്മ എരുതിയിൽ എണ്ണ ഒഴിക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ വൈജയന്തി ആൻറ്റി വിളിക്കുമ്പോൾ അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കുക, പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? ഞാൻ വൈജയുടെ കൂടെ നിൽക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് അകത്തോട്ട് പോവുകയാണ്. എന്നിട്ട് മനു വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, അങ്കിൾ ഇനി ഗുണ്ടായിസം ഒന്നും കാണിച്ച് പോകണ്ട. അപ്പോൾ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ബാലചന്ദ്ര അങ്കിൾ അകത്താനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. കാരണം ബലം പ്രയോഗിച്ചാണ് അലീന അവിടെ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. തൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറി തൻ്റെ നോക്കാനായിട്ട് വെച്ചിരുന്ന ഹോം നേഴ്സിനെ ബലമായി പിടിച്ച് ഇറക്കി വിടുകയാണ് ചെയ്തിട്ടുള്ള കുറ്റം. മാത്രമല്ല ബലാത്സംഗ കേസും കൂടി ഫയൽ ചെയ്ത അങ്കിളിൻ്റെ കാര്യം പോക്കാണ്. പിന്നെ സിംഗപ്പൂർ എന്നുള്ള നാടേ അങ്കിള് സ്വപ്നത്തിൽ പോലും വിചാരിക്കേണ്ട. പിന്നെ 6 വർഷം തടവും കിടക്കാന്നൊക്കെ പറയും. ഇതൊന്നും ഞാൻ ചെയ്തേയില്ലല്ലോ, എങ്കിലും അങ്കിളല്ലേ നിന്ന് ചെയ്യിപ്പിച്ചത്, അങ്കിളിനെല്ലാം അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വമൊന്നും മനു ചോദിക്കുകയാണ്. അപ്പോൾ രാജുവിനൊന്ന് പേടിയാവുകയാണ്, ഈശ്വര ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല എന്ന രീതിയിലൊക്കെ രാജു ചിന്തിക്കുകയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് മനു മുകളിലോട്ട് കയറി പോവുകയാണ്. കഴിഞ്ഞ് വൈജയന്തി അമ്മയോട് കാര്യങ്ങൾ ചെന്ന് പറയുകയാണ്. അമ്മയെ കമലേട്ടത്തിൽ വിളിച്ചിരുന്നു എന്ന്. മനു ബാലചന്ദ്ര താമസിക്കുന്ന റിസോർട്ടിൽ നിന്നാണ് ഇപ്പോൾ വന്നിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ റിസോർട്ടിലോ? അതെ, ബാലചന്ദ്ര അലീനയെ പിക്ക് ചെയ്തുകൊണ്ട് നേരെ റിസോർട്ടിൽ പോയി താമസം ആരംഭിച്ചിരിക്കുകയാണ്. കൂടെ കൃഷ്ണജയുണ്ട്. ഇനി എന്താണ് അമ്മ ചെയ്യേണ്ടത്? അവൾ പോയെന്ന് പറഞ്ഞ് സമാധാനിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഒരു ഏടാകൂടെ വന്ന് പെട്ടല്ലോ. ഈ ബാലചന്ദ്രൻ എന്തിനാണ് അവളെ ഇങ്ങനെ കെയർ ചെയ്ത് നിൽക്കുന്നതെന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. അവളെ പ്രായമുള്ള കുട്ടികളല്ലേ ഇവിടെ ഉള്ളത്, ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ മുത്തശ്ശി വളരെയധികം വ്യാകുലപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞല്ലേ അലീന ഇറങ്ങിയ ബാലചന്ദ്രന് കൂടെ പോകുമെന്ന്. ഇത് എവിടത്തെ ന്യായമാണ് അമ്മ? ഒരു ഭാര്യ ഇങ്ങനെ തള്ളി പറഞ്ഞിട്ട് വീട്ടിൽ വേലയ്ക്ക് വന്ന് ഒരുത്തിയിട്ട് പോകണമെന്ന് വെച്ചാൽ അത് കുറച്ച് അന്യായമായിട്ടുള്ള കാര്യം തന്നെ എന്നൊക്കെ വൈജയന്തി പറയുകയാണ്. എന്നാലും ബാലചന്ദ്രൻ കാണിച്ചത് ഒട്ടും ശരിയായില്ലെന്നുള്ള രീതിയിൽ തന്നെയാണ് അമ്മയും സംസാരിക്കുന്നത്. മനു ഇത് എന്ത് ഭാവിച്ചാണ്? റിസോർട്ടിൽ പോയിട്ട് അവളെ അടിച്ച് കളയാൻ അല്ലാതെ ബാലചന്ദ്രൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരികയല്ലേ ചെയ്യേണ്ടത്? ഈ പയ്യ എന്തൊക്കെ കാണിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടെന്ന് മുത്തശ്ശി പറയുകയാണ്. എന്തായാലും നീ രാജീവിനെ ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക, അവനല്ലേ ഇതുവരെ കൊണ്ട് എത്തിച്ചത്, ഇനി അവൻ തന്നെ മുന്നോട്ട് ഇത് കൊണ്ടുപോട്ടെ എന്നും പറയുകയാണ്. എന്നിട്ട് വൈജയന്തി ഇറങ്ങി പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി ഇങ്ങനെ ആകുലപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് മനു എറണാകുളത്തേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ രാജു ചോദിക്കുകയാണ്, മനു നീ ഈ അവസ്ഥയിൽ എന്നെ ഇവിടെ ഇട്ടിട്ട് പോവുകയാണ്, നമുക്ക് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണ്ടേ? അപ്പോൾ അങ്കിൾ ആദ്യം എന്നോട് എന്താണ് പറയുന്നത്? ഞാൻ എന്തെങ്കിലും ചെയ്തോളാം, മനു ഇതിൽ ഇടപെടണ്ടെന്നല്ലേ. ഇനിയിപ്പോൾ അങ്കിൾ എന്നെ എന്തായാലും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, എനിക്ക് ഇനി ഇതിലൊന്നും ചെയ്യാനില്ലെന്ന് പറയുകയാണ്. നമ്മുടെ വൈജയന്തി പോക്കിരിയും ബാലചന്ദ്രൻ പോക്കിരിയും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത്. ആർക്കും സ്വയം വിട്ടുകൊടുക്കാൻ വയ്യ. അപ്പോൾ അവരുടെ മത്സരം അവർ തന്നെ മുന്നോട്ട് കൊണ്ടുപോട്ടെ, ഞാൻ ഇതിൽ ഇടപെടുന്നില്ല എന്ന് പറയുകയാണ്. അങ്കിൾ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അങ്കിളിന് സിംഗപ്പൂർ പോകണമെങ്കിൽ അങ്കിൾ പോവുക, ഇല്ലെങ്കിൽ അങ്കിളുടെ ജീവിതം അവതാളത്തിലാവും എന്ന് പറഞ്ഞിട്ട് മനു ഇറങ്ങുകയാണ്. അപ്പോൾ ഹരിയും അടുത്തുണ്ടായിരുന്നു. അപ്പോൾ രാജുമേനോൻ ചോദിക്കുകയാണ്, എടാ ഹരി, ഇനി എന്താണ് ഒരു ഐഡിയ? നിനക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? പറയണം. നമുക്ക് അലീനയെ കിഡ്നാപ്പ് ചെയ്ത് ഏതെങ്കിലും ഫാം ഹൗസിൽ കൊണ്ടിട്ടാലോ? ഞാൻ നോക്കിക്കോളാം, അതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് രാജു പറയുകയാണ്. എങ്കിൽ പിന്നെ ആ ബാലചന്ദ്രൻ അങ്കിളിൻ്റെ കൈയും കാലും ഒടിച്ചിടാം, അങ്ങേര് അവിടെ കിടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും കൊണ്ട് തള്ളിക്കളയാം, അതേ ഉള്ളൂ വഴി എന്നൊക്കെ പറയണം. ഇതൊന്നും നടപ്പുള്ള കാര്യമില്ല, എനിക്ക് തിരിച്ച് സിംഗപ്പൂരിലോട്ട് പോകണ്ടേന്നൊക്കെ രാജു ചോദിക്കുകയാണ്. അപ്പോൾ ഇനി എന്ത് ചെയ്യും അങ്കിളെ എന്നുള്ള രീതിയിൽ ഹരിശങ്കറും നിൽക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് മനു യാത്ര തുടങ്ങുന്ന സമയത്ത് കാറിൽ ഇരിക്കുമ്പോൾ
അപ്പോൾ നമ്മുടെ രേവതിക്കുട്ടി ആകുലപ്പെട്ട് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ മുത്തശ്ശിയെ വിളിച്ചിരുന്നെന്നും അലീന ചേച്ചി ഇന്നലെ ഉച്ചയ്ക്ക് അവിടെ ഇറങ്ങിയിരുന്നു, ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, കഴക്കൂട്ടത്തും പോയിട്ടില്ല, എവിടെയാണെന്ന് ഒരു അറിവുമില്ല, എനിക്ക് ആകെപ്പാടി വിഷമമാണ്. അപ്പോൾ മനുവേട്ടൻ എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ മനു കാര്യങ്ങളൊക്കെ പറയുകയാണ്. അലീനെ ഇവിടെ നിന്ന് ബലമായിട്ട് പിടിച്ചിറക്കിയാണെന്നും പിന്നെ അങ്കിൾ രക്ഷപ്പെടുത്തി അലീനയെ ഒരു റിസോർട്ടിൽ കൊണ്ട് താമസിപ്പിച്ചിരിക്കുകയാണെന്നും കൂടെ കൃഷ്ണജയൊക്കെ ഉണ്ടെന്നും പറയുകയാണ്. അപ്പോൾ മോളൊന്നുകൊണ്ട് വിഷമിക്കേണ്ട, സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ മനു പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ സന്തോഷത്തിൽ രേവതിക്കുട്ടി ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാജീവ് മേനോൻ നേരെ വൈജയന്തിയെ കാണാനായിട്ട് വീട്ടിൽ വരികയാണ്. അപ്പോൾ രാജീവേട്ടൻ എന്താണ്, പോകാനുള്ള തയ്യാറെടുപ്പാണോ? അപ്പോൾ എല്ലാം റെഡിയായിട്ട് വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. അതേ വൈജയ്, ഞാൻ ഇനി ഇവിടെ നിന്നാൽ പറ്റത്തില്ല, എനിക്ക് എൻ്റെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഒരു നിർവാഹവും ഇല്ല, എൻ്റെ ജോലി പോയിക്കാണൊക്കെ പോവുകയാണെങ്കിൽ. ഞാൻ എത്ര നാളാണ് ബാലചന്ദ്രൻ വരുമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്, അതിൻ്റെ ആവശ്യം എനിക്കില്ല. ഞാൻ എന്തായാലും ഇത്രയും കൊണ്ട് എത്തിച്ചു, പിന്നെ അയാൾ അലീനെ പിക്ക് ചെയ്ത് പോകുമെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് രാജീവ്. അപ്പോൾ വൈജയന്തി പറയുകയാണ്, ഇനി ബാലചന്ദ്രൻ അവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മൂല ഒതുങ്ങിക്കൂടി പട്ടിയെ പോലെ ഇവിടെ കഴിയണോ? അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ ഈ വീട് വിട്ട് ഇറങ്ങുമെന്ന് എന്നെയാണ് വൈജയന്തി പറയുന്നത്. അത് അന്നുള്ള കാര്യമില്ല, അത് നമുക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാം. ഞാൻ ശിവേട്ടന് എന്തായാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരുമെന്ന് പറയുകയാണ്. അപ്പോൾ വൈജയന്തി പറയുകയാണ്, അത് ഉറപ്പാണെന്ന് പറയണം, നീ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക, ഞാൻ അമ്മയെ പോയി ഒന്ന് കാണട്ടെ എന്ന് പറയണം. എന്നിട്ട് അമ്മയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ മോനെ, ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നീയല്ലേ ഇതുവരെ കൊണ്ട് എത്തിച്ചത്, ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു ഒത്തുതീർപ്പാക്കിക്കൊണ്ട് പോയി. ഇത് എത്ര നാൾ തുടങ്ങിയ യുദ്ധമാണെന്ന് എനിക്കറിയില്ല. വൈജയന്തിയാണെങ്കിൽ ഒരു പൊടിക്ക് വിട്ടുകൊടുക്കുന്ന സ്വഭാവമല്ല, വാശിയാണ് അവൾക്ക്. ഇനി എന്താണ് ആയിപ്പോകുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതിൻ്റെ ഇടയിൽ വന്ന് പെട്ടുപോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ കരയുകയാണ്. ആ സമയം അവിടെ വൈജയന്തി വരികയാണ് വെള്ളമായിട്ടൊക്കെ. അപ്പോൾ വെള്ളമെല്ലാം വാങ്ങി കുടിക്കുകയാണ് രാജു. എന്നിട്ട് വൈജയന്തി പറയുകയാണ്, അലീനയും കൊണ്ട് ബാലചന്ദ്രൻ ഈ വീട്ടിനകത്ത് കയറുകയാണ് ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും, ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല, ഒരു പട്ടിയെ പോലെ നിൽക്കേണ്ട യാതൊരു കാര്യവും എനിക്കില്ല, ഒരു ഭാര്യയ്ക്കാണോ വില, ഒരു വീട്ടുവേലക്കാരിക്കാണോ വില എന്നുള്ളത് എനിക്ക് അറിയണമെന്നൊക്കെ വൈജയന്തി പറയുകയാണ്. അപ്പോൾ രാജീവും അമ്മയും പറയണം, നീ ഒന്ന് സമാധാനപ്പെടുക, ആദ്യം എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ വിദേശത്താണെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നൊക്കെ രാജീവ് മേനോൻ പറയുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്